ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളല്ലേ, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സംശയം ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ സാധാരണ നമ്മൾ പബ്ലിക് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ഷീറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അതേപോലെ അഡീഷണൽ ഷീറ്റ്സ് ഉണ്ടാവുമോ, കൂൾ ഓഫ് ടൈം ഉണ്ടാവുമോ, അതുപോലെ തന്നെ അങ്ങനത്തെ നമ്മുടെ എക്സാം ടൈം എത്ര മണിക്കൂറാണ്, അതുപോലെ എന്താണ് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ എൻ്റെ കുട്ടികൾക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്ന് മിസ്സിന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒത്തിരി ആൾക്കാരുടെ കമൻസും മെസ്സേജസും കണ്ടപ്പോഴാണ് മിസ്സിന് അത് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന OMR ഷീറ്റ് അതൊരിക്കലും നിങ്ങൾക്ക് മാറ്റി തരില്ല. നിങ്ങൾക്ക് ആകെ ഒരു സിംഗിൾ OMR ഷീറ്റ് തരും, അതിന് പുറമേ നിങ്ങൾക്ക് അതിൽ വേറെ ഒരു ഷീറ്റും കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന OMR ഷീറ്റിൽ നിങ്ങളുടെ നിർഭാഗ്യവശാൽ ഒരു വര വീഴുവോ കീറ് വരുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഷീറ്റാണ്. കാരണം ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മെഷീനിലൂടെ പാസ് ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സ് ഡിറ്റക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ വളരെ കെയർഫുള്ളി നോക്കുക. അതിനകത്ത് വേറെ അനാവശ്യ സ്ഥലങ്ങളിൽ വര വീഴുക, കുത്തു വീഴുക, അങ്ങനത്തെ പരിപാടികൾ ഒഴിവാക്കുക. നല്ലപോലെ ശ്രദ്ധയോടെ ചെയ്യുക. എന്തെങ്കിലും ഫില്ല് ചെയ്യാനുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള നിങ്ങളുടെ ടീച്ചറോട്, ആരാണോ അവിടെ നിങ്ങൾക്ക് നിൽക്കുന്നത്, സൂപ്പർവൈസിങ്ങിന് നിൽക്കുന്ന അവരോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, സംശയം വെച്ചിട്ട് തെറ്റ് ഫില്ല് ചെയ്യരുത്, നിങ്ങൾക്ക് മാറ്റി കിട്ടില്ല. അതുപോലെ രജിസ്റ്റർ നമ്പറൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. രണ്ടാമത്തെ കാര്യം കൂൾ ഓഫ് ടൈം ആണ്. കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിക്കാനും അതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും നമുക്ക് ആ ക്വസ്റ്റ്യൻസിനനുസരിച്ച് പ്ലാൻ ചെയ്യാനുള്ള ടൈമാണ്. ഒഫീഷ്യലി നീറ്റ് എക്സാമിന് കൂൾ ഓഫ് ടൈം ഇല്ല, പക്ഷേ കുറച്ചൊരു 15 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ കിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം മിസ് പറഞ്ഞുതരാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്താ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 1:30 നിങ്ങളുടെ ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് 2 മണി മുതൽ, ഓക്കെ സോറി ഇവിടെ 5:20 എന്ന് കൊടുത്തിട്ടുണ്ട്, 5:20 നിങ്ങൾക്ക് ഉണ്ടാവില്ല, 5 മണി വരെയാണ് നിങ്ങളുടെ എക്സാം. ഓക്കെ, 2 മണി മുതൽ 5 മണി വരെയാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ 2 മണി മുതൽ നിങ്ങൾക്ക് 5 മണി വരെയുള്ള നിങ്ങളുടെ എക്സാമിന് 3 അവേഴ്സാണ് നിങ്ങളുടെ ടൈം. ഓക്കെ, 2 മണിക്ക് തുടങ്ങും, 5 മണിക്ക് അവസാനിക്കും, 3 മണിക്കൂറുള്ള എക്സാമാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ ഈ 2 മണിക്കുള്ള നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ അവസാനമായിട്ട് നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾ കയറ്റുന്നത്, പെർമിറ്റ് ചെയ്യുന്നത് 1:30-ക്കാണ് ലാസ്റ്റ്. അപ്പോൾ 1:30-ക്കാണോ നിങ്ങൾ എല്ലാവരും കയറുക? അല്ല, നിങ്ങൾ 11 മണി തൊട്ട് 1:30-ൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഹാളിൽ കയറാം. ഓക്കെ, സോ യു ആർ അലൗഡ് ടു എൻ്റർ ദ എക്സാം സെൻറ്റർ ഫ്രം അറൗണ്ട് 11 AM to 1:30 PM വെരി സ്ലൈറ്റ്ലി ബയർ. അത് ഓരോ വർഷം അതിനനുസരിച്ച് മാറുമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ എക്സാം ഹാളിൽ കയറ്റാം. ഓക്കെ, എക്സാം സെൻറ്ററിൽ കയറ്റും. അപ്പോൾ എക്സാം ഹാളിൽ നിങ്ങൾ എപ്പോഴാണ് കയറ്റുക? 1:30-ക്കാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, 1:30-ക്ക് ശേഷം നിങ്ങൾ ആരും തന്നെ എക്സാം സെൻറ്ററിലേക്ക് കയറ്റി വിടില്ല. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ 1:45-നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തുന്നു, ഒരു 1:30-ക്ക് ആകുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും എക്സാം ഹാളിൽ കയറിയിട്ടുണ്ടാകും. 1:30-ക്ക് ശേഷം മക്കളെ ആരും കയറ്റില്ല, ദയവ് ചെയ്ത് നിങ്ങൾ ആരും റിസ്ക് എടുക്കരുത്, നേരത്തെ തന്നെ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഒരു 1:45 ആവുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. ഇല്ല, നിങ്ങൾക്ക് അവിടെ എന്താണ്, നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. ആ 15 മിനിറ്റ്സ് അതിനായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സാം OMR ഷീറ്റിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനും ടീച്ചേഴ്സ് സൈൻ ചെയ്യാനും നിങ്ങൾ സൈൻ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ സമയം ഉപയോഗിക്കുക. നിങ്ങൾക്ക് എക്സാം എഴുതി തുടങ്ങാൻ പറ്റുന്ന സമയം 2 മണി തൊട്ടായിരിക്കും. അപ്പോൾ ഒഫീഷ്യലി ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ നിങ്ങൾക്കൊന്ന് റിലാക്സ്ഡ് ആവാൻ ഈ 1:45 to 2 മണി വരെ സമയമുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് അനലൈസ് ചെയ്യാനുള്ള സമയമായിരിക്കില്ല, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള സമയമായിരിക്കും. ഓക്കെ, പിന്നെ എൻ്റെ മക്കൾക്കുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? ടോട്ടൽ 3 അവേഴ്സാണ്. അതായത് ഈ വർഷത്തിന് തൊട്ട് മുന്നേ വരെ 3 മണിക്കൂർ 20 മിനിറ്റ് ആയിരുന്നു. അത് കൊറോണയ്ക്ക് ശേഷം സംഭവിച്ചതാണ്. ഒരു അഡീഷണൽ 20 ക്വസ്റ്റ്യൻസ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആകെ ഉള്ളത് 3 അവേഴ്സും 180 കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. കമ്പൽസറി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ അതെന്തായാലും എഴുതിയിരിക്കണം. ഓക്കെ, അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള, ഇതിന് പകരം വേറൊരു ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്താണ് 2 മണി ടു 5 മണി വരെയാണ് നമ്മളുടെ സമയം. ഇതിൽ നിങ്ങൾക്ക് എന്താണ്, ഫിസിക്സിൽ നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻ, ബയോളജിയിൽ നിങ്ങൾക്ക് 90 ക്വസ്റ്റ്യൻ ആണ്, ബോട്ടണിയിൽ 45, സുവോളജിയിൽ 45. അങ്ങനെ ടോട്ടൽ 720-ലാണ് നിങ്ങളുടെ എന്ത് വരുന്നത്, സ്കോർ വരുന്നത് 180 ക്വസ്റ്റ്യൻ. ഓരോ കറക്റ്റ് ആൻസറിനും നിങ്ങൾക്ക് 4 മാർക്സ് കിട്ടും. ഓരോ തെറ്റുത്തരത്തിനും
തെറ്റാകുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ 4 മാർക്ക് എന്തായാലും പോയി. അത് കൂടാതെ കിട്ടിയതിൽ നിന്ന് -1 ഓൾറെഡി നിങ്ങൾ ഏൺ ചെയ്ത് വെച്ചാൽ, നിങ്ങൾ ശരിയുത്തരം കൊടുത്ത് വെച്ചാൽ നിങ്ങളുടെ ആ മാർക്കിൽ നിന്ന് -1 പോവും. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ന്യൂട്രൽ എഫക്റ്റ് ആണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. സാധാരണ ഒരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ഉണ്ടാവുള്ളൂ. ഇഫ് സപ്പോസ് നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കറക്റ്റ് ആണെങ്കിൽ, 2 ഓപ്ഷൻസ് കറക്റ്റ് ആണെങ്കിൽ, അതായത് മോർ ദാൻ 1 ഓപ്ഷൻ ഇസ് ഫൗണ്ട് ടു ബി കറക്റ്റ്, then 4 marks will be awarded to only those who have marked any of the correct options. 4 ഓപ്ഷൻസിൽ 2 എണ്ണം കറക്റ്റ് ആണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്സ് കിട്ടും. അല്ലാതെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതി ബാക്കി തെറ്റുത്തരം ഓപ്ഷൻ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല. ഈ 2 ഓപ്ഷൻസ് കറക്റ്റ് ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്സ് കിട്ടും. ഇനി ഇഫ് ഓൾ ഓപ്ഷൻസ് ആർ ഫൗണ്ട് ടു ബി കറക്റ്റ്, ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസും എന്തോ മിസ്റ്റേക്ക് പ്രകാരം കറക്റ്റ് ആയിപ്പോയി, അങ്ങനെയാണെങ്കിൽ 4 മാർക്സ് വിൽ ബി അവോർഡഡ്. ആർക്കാണ്? ടു ഓൾ ദോസ് ഹു ഹാവ് അറ്റംപ്റ്റഡ് ദ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസും കറക്റ്റ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത മക്കൾക്ക് മാത്രം ആ 4 മാർക്സ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇത് വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് നൺ ഓഫ് ദ ഓപ്ഷൻ ഇസ് ഫൗണ്ട് ടു ബി കറക്റ്റ്, ഒരു ഓപ്ഷനും അതിനകത്ത് കറക്റ്റ് ഇല്ല. ക്വസ്റ്റ്യൻ ഇസ് ഫൗണ്ട് ടു ബി റോങ്, നമ്മൾ ക്വസ്റ്റ്യൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ഡ്രോപ്ഡ്, ദെൻ ഓൾ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്പിയർഡ്, ക്വസ്റ്റ്യൻ തെറ്റാണ്, ഒരു ഓപ്ഷനും കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കില്ല, എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും മാർക്സ് കിട്ടും. ഓക്കെ, ഓൾ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്പിയർഡ് വിൽ ബി ഗിവൺ 4 മാർക്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ദാറ്റ് വെദർ ദ ക്വസ്റ്റ്യൻ ഹാസ് ബീൻ അറ്റംപ്റ്റഡ് ഓർ നോട്ട് അറ്റംപ്റ്റഡ്. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ റോങ് ആണ്, ഓപ്ഷൻസ് റോങ് ആണ്, ഒരു ആൻസറും കറക്റ്റ് ഇല്ലെങ്കിൽ, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മാർക്സ് കിട്ടും. അതായത് ന്യൂട്രൽ ആയി പോകും എന്നർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ അത്ര ടെൻഷനൊന്നും അടിച്ച് അയ്യോ ഇത് അങ്ങനെയാവോ ഇത് ഇങ്ങനെയാവോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അടിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, നല്ല സ്മൂത്തായിട്ട് നിങ്ങളുടെ എക്സാം പോവും. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, സമാധാനത്തോടു കൂടി നിങ്ങളുടെ ഫോക്കസ് മറ്റൊന്നിലും കൊടുക്കാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ വെക്കുക. ഓക്കെ, ആൻഡ് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലത്തെ എന്ത് കാര്യങ്ങളാണെങ്കിൽ ഇൻഫർമേഷൻസ് വേണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ നമ്മളത് കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ വെക്കാം. അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു.